ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 33-ാം വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 33-ാം വാക്യം. അനന്തരം അവർ യഹോവയുടെ പർവ്വതമിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപെട്ടകം അവർക്ക് വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. യഹോവയുടെ നിയമപെട്ടകം അവർക്ക് വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുന്നോട്ട് പോയി. വിശ്രമസ്ഥലം അന്വേഷിക്കുന്ന പെട്ടകം, ദൈവത്തിൻ്റെ തിരുനിവാസം, ദൈവത്തിൻ്റെ ആവാസസ്ഥാനം, ദൈവത്തിൻ്റെ തിരുനിവാസം, യഹോവയുടെ നിയമപെട്ടകം 3 ദിവസം വഴി മുന്നോട്ട് പോവുകയാണ്. ജനം പിന്നാലെ വരുന്നേയുള്ളൂ. ജനം വരുന്നു. മിസ്രയീമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് മരുഭൂമിയിൽ കൂടി ജനം നടന്നു വരികയാണ്. അവർ കനാനിലേക്കാണ് അവരുടെ യാത്ര. പാലും തേനും ഒഴുകുന്ന കനാൻ എന്ന് പറയുന്ന ഫലഭൂയിഷ്ഠമായ കനാൻ നാട്ടിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഒന്ന് തണലിളയ്ക്കുവാൻ, അവർക്കൊന്ന് വിശ്രമിക്കുവാൻ, ഈ ഊഷരമായ മരുപ്പറമ്പിൽ അവർക്ക് ഒന്ന് ഒരു കുളിർമ കിട്ടുവാൻ തക്ക സ്ഥലം എവിടെയുണ്ട് എന്ന് അന്വേഷിക്കാൻ ദൈവത്തിൻ്റെ നിയമപെട്ടകം 3 ദിവസത്തെ വഴി മുന്നോട്ട് പോയിരിക്കുകയാണ്, മുൻപേ പോയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നിയമപെട്ടകം 3 ദിവസത്തെ വഴി മുന്നോക്കം പോയി. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ചു കൊണ്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ് നമ്മെ നടത്തിക്കൊണ്ട് പോവുകയാണ്. നേർപാതയിൽ കൂടി നയിച്ചു കൊണ്ട് പോവുകയാണ്. ആത്യന്തികമായി വളരെ മനോഹരമായ ഫലപുഷ്ടിയുള്ള കനാൻ നാടിൻ്റെ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ തക്കവണ്ണം നമ്മെ നയിച്ചു കൊണ്ട് പോവുകയാണ്. മിസ്രയീമിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. മിസ്രയീമിലെ അടിമത്വം ഇടർത്തിയാണ് നാം വരുന്നത്. നമ്മിൽ അനേകം പേരും അടിമത്വത്തിലായിരുന്നു. നമ്മിൽ അനേകം പേരും ഫറവോൻ്റെ അടിമത്വത്തിലായിരുന്നു. ഫറവോ എന്ന് പറഞ്ഞത് മിസ്രയീം രാജാവാണ്. അത് സാത്താന്യ ശക്തിയുടെ പ്രതീകമാണ്. പൈശാചിക ശക്തിയുടെ അടിമത്വത്തിലായിരുന്നു. അനേകം പേരും പാപത്തിൻ്റെ കെട്ടുപാടിലായിരുന്നു, പാപത്തിൻ്റെ ബന്ധനത്തിലായിരുന്നു. എന്തെന്തെല്ലാം ബന്ധനങ്ങളാണ് ഉണ്ടായിരുന്നത്, ഏതെല്ലാം വികലമായ കാഴ്ചപ്പാടുകളാണ് ഉണ്ടായിരുന്നത്, ഏതെല്ലാം വികലമായ ചിന്താഗതികളാണ് ഉണ്ടായിരുന്നത്. നമുക്ക് അനേകം ചിന്താശൂന്യമായ പ്രവൃത്തികൾ വന്നിരുന്നു. അനേകം ചീത്ത സമ്പ്രദായങ്ങളുണ്ടായിരുന്നു, ദുരാചാരങ്ങളുണ്ടായിരുന്നു, അബദ്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു, അബദ്ധജടിലമായ ആചാരങ്ങളുണ്ടായിരുന്നു. ചില ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കെട്ടുപാടിൽ നാം ബന്ധിതരായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മെ വിടുവിച്ച് നമ്മെ ഏറ്റവും ശ്രേഷ്ഠമായ വിശ്രമസ്ഥലത്തേക്ക് നടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. ഒരു വിശ്രമസ്ഥലമുണ്ട്. ഇന്ന് വിശ്രമമില്ല. ഇന്ന് ഈ മരുഭൂമിയിൽ കൂടിയാണ് യാത്ര. മരുഭൂമിയിൽ ഉഷ്ണക്കാറ്റുണ്ട്. മരുഭൂമിയിൽ ചുട്ടുപഴുത്ത മണൽത്തരികളുണ്ട്. മരുഭൂമിയിൽ തണൽ മരങ്ങളില്ല. മരുഭൂമിയിൽ വെള്ളമില്ല. മരുഭൂമിയിൽ മഴയില്ല. മരുഭൂമി ഏറ്റവും ചുട്ടുപഴുത്ത മണലാരണ്യമാണ്. ആ മരുഭൂമിയിൽ കൂടിയുള്ള യാത്ര ഇന്ന് ക്ലേശകരമാണ്. എന്നാൽ നാം വിട്ടുപോകുന്നതായ ഫറവോൻ്റെ അടിമത്വം അത് ഭയാനകമായിരുന്നു. ആ അടിമത്വത്തിൽ നിന്നിട്ട് കിടന്നപ്പോൾ എത്രയെത്ര നിഷ്ഠൂരമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയത്. ഒരിക്കലും സംഭവിക്കരുതാത്തതായ കാര്യങ്ങൾ സംഭവിച്ചവരുണ്ട്. ഏറ്റവും ഹീനമായ കാര്യങ്ങളിൽ കുടുങ്ങിപ്പോയവരുണ്ട്. പുറത്തു പറയാൻ അറയ്ക്കുന്നതായ കാര്യങ്ങളിൽ ബന്ധിക്കപ്പെട്ടു പോയവരുണ്ട്, ബന്ധനത്തിലായവരുണ്ട്. അനേകം ശാപങ്ങൾക്ക് അടിമകളായി പോയവരുണ്ട്. കൊലപാതകം ചെയ്തവരുണ്ട്, കൂലിത്തൽ നടത്തിയവരുണ്ട്, വക്രഗതിയുള്ള രീതിയിൽ ജീവിച്ചവരുണ്ട്, വളഞ്ഞ മാർഗങ്ങളിലൂടെ സമ്പാദിച്ചവരുണ്ട്, ചീത്ത ബന്ധങ്ങൾ പുലർത്തിയവരുണ്ട്, അഴുക്ക് ചാലുകളിൽ ജീവിച്ചവരുണ്ട്, തിന്മയുടെ അനേകം സമ്പ്രദായങ്ങളിൽ കുടുങ്ങിക്കിടന്നവരുണ്ട്, ദുരാചാരങ്ങളിൽപ്പെട്ട് നശിച്ചവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അനേകം ദുരാചാരങ്ങളും ദുർമന്ത്രവാദങ്ങളും ലക്ഷണവിദ്യകളും എല്ലാമായി ജീവിതം നശിപ്പിച്ചവരുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഒരു സമ്പൂർണ്ണ സത്യത്തിൻ്റെ ഒരു പാതയിൽ കൂടി നാം ഇങ്ങനെ നീങ്ങുകയാണ്. പക്ഷേ ഈ പാതയിൽ ദുരിതങ്ങളുണ്ട്. ഇവിടെ മണലാരണ്യമാണ്, ഇവിടെ മണൽക്കാടാണ്, ഇവിടെ കഷ്ടപ്പാടുണ്ട്, ഇവിടെ കഠിനമായ സൂര്യരശ്മിയുടെ ചൂടേറ്റ് വാടിത്തളരുന്ന ജീവിതമാണ്. ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു വിശ്രമസ്ഥലം എവിടെയുണ്ട് എന്ന് അന്വേഷിക്കാൻ യഹോവയുടെ നിയമപെട്ടകം 3 ദിവസം വഴി മുന്നേ പോകുന്നു. എന്തിനാണ് കാണിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുന്നു. സകല സത്യത്തിലും നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവ്.
ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ഈ കേൾക്കുന്ന വാക്കുകൾ നിങ്ങൾ ഇന്ന് സ്വീകരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ വഴി നടത്താൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബുദ്ധി തെളിയിച്ചു തരും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓർമ്മ തെളിയിച്ചു തരും. നിങ്ങൾ പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ, പരീക്ഷ എഴുതാൻ തുടങ്ങുമ്പോൾ, ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ കുട്ടികൾ അമ്പരപ്പിലാകുന്നു. അയ്യോ, ഒന്നും ഓർമ്മയിൽ കിട്ടുന്നില്ല. അയ്യോ, പല പഠിച്ചതായിരുന്നു, പക്ഷേ ഒന്നും ഓർമ്മയിൽ വരുന്നില്ല. അമ്പരപ്പിലാകുന്നു. അപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നു, ഈ മരുഭൂമിയിൽ എന്നെ നടത്താൻ പരിശുദ്ധാത്മാവുണ്ട്. ഈ മരുഭൂമിയിൽ എനിക്ക് തണൽ തരാൻ പരിശുദ്ധാത്മാവുണ്ട്. ഓർക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു. കർത്താവേ, നിൻ്റെ ആത്മാവിനാൽ ഇപ്പോൾ എന്നെ താങ്ങണമേ, എൻ്റെ ബുദ്ധി തെളിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം. ഓർമ്മശക്തിയിൽ നിൻ്റെ തൃക്കരം വയ്ക്കണമേ. കർത്താവേ, എൻ്റെ ഓർമ്മയെ തെളിയിക്കണമേ. കർത്താവേ, എനിക്ക് ബുദ്ധിശക്തി തെളിയിച്ചു തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവത്തിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി തെളിയുന്നു. നിങ്ങൾക്ക് വേണ്ടതുപോലെ എഴുതാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തെറ്റായ ദിശയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, തെറ്റായ വഴികളിലൂടെ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നേർപ്പാതയിൽ നടത്തുന്നു. നിങ്ങൾക്കിത് അനുഭവമല്ലേ? നിങ്ങൾ ചിലർക്കെങ്കിലും അനുഭവമല്ലേ? നിങ്ങൾ അനേകം പേര് ഇത് അനുഭവിക്കുന്നുണ്ട്. നമ്മെ നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്ന് ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ഈ ഉപദേഷ്ടാവ് ആരാണ്? അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. ദൈവത്തിന് സ്തോത്രം. എന്തു വേണ്ടെന്നറിയാതെ അമ്പരപ്പിൽ നിൽക്കുകയാണ്, പരിഭ്രാന്തിയിൽ നിൽക്കുകയാണ്, മുന്നോട്ടുള്ള വഴി അടഞ്ഞു കാണുകയാണ്, ഒരു ഗതിയില്ലാതെ വിഷമിക്കുകയാണ്. എൻ്റെ കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ മനസ്സ് പതറി ഒലഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് സഹായവുമായി വരുന്നത്. പരിശുദ്ധാത്മാവ് നല്ല ആലോചനയുമായി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്ന് ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളിതെല്ലാം ഈ വാക്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ വാഗ്ദത്തമാണ്. പരിശുദ്ധാത്മാവിനെ നടത്തും എന്നുള്ളത് നിൻ്റെ വാഗ്ദത്തമാണ്. നീ പറഞ്ഞിരിക്കുന്ന വാക്ക് നീ മാറുകയില്ല. എന്നെ ഇപ്പോൾ നീ നടത്തണം. ഞാൻ വിഷമസന്ധിയിൽ വന്നിരിക്കുന്നു, മുന്നോട്ടൊരു ഗതി കാണുന്നില്ല, ഈ കടം തീർക്കാനൊരു മാർഗ്ഗം ഞാൻ കാണുന്നില്ല, ജപ്തി നോട്ടീസ് ആയിരിക്കുന്നു. കർത്താവേ, ഞാൻ എന്തു വേണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. എൻ്റെ ദൈവമേ, കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു, മക്കൾ നാനാവിധമായി പോകുന്നു, അവർ വഴിതെറ്റി അവർ ചുമതലാബോധമില്ലാതെ പോകുന്നു, അവർക്ക് ദൈവവിശ്വാസമില്ലാതെ പോകുന്നു, അവർ അല്പം പോലും കാര്യഗൗരവമില്ലാതെ ജീവിക്കുന്നു, അവർ പൈസയെല്ലാം മുടിച്ചു കളയുന്നു. എൻ്റെ കർത്താവേ, അവർ ടി വിയുടെ മുമ്പിൽ നിന്ന് മാറുന്നില്ല. കർത്താവേ, അവർ മ്ലേച്ഛ ചിത്രങ്ങളുടെ മുമ്പിൽ നിന്ന് മാറുന്നില്ല, അവർ കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് മാറുന്നില്ല, ഇൻ്റർനെറ്റിൽ കടന്ന് ചീത്ത സൈറ്റിൽ പോയിട്ട് അവരുടെ വിലയേറിയ സമയം പാഴാക്കി കളയുന്നു, പഠിക്കാൻ അവർക്ക് തോന്നുന്നില്ല. കർത്താവേ, ഞാൻ എന്തു വേണ്ടു വിഷമിച്ച് നിൽക്കുകയാണ്, വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്ന് ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു വിവാഹാലോചന വരികയാണ്. ഏതാണ് എനിക്കിത് എടുക്കണമോ, ഇത് സ്വീകരിക്കണമോ? കർത്താവേ, ഞാൻ എന്താണ് വേണ്ടത്? നാഥാ, നീ എനിക്ക് വഴി കാണിച്ചു തരണമേ. നിങ്ങൾ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ദൈവത്തോട് പറയുകയാണ്, നിങ്ങൾ ചോദിക്കുകയാണ്. ഭൗതികമായ കാര്യങ്ങൾ ഓരോന്ന് എണ്ണി നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളെ വഴി നടത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. ദൈവം നിങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ വലത്തോടോ ഇടത്തോടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്ന് ഒരു വാക്ക് പറയുന്നത് കേൾക്കും. മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി മുന്നോക്കം പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായ വഴി അന്വേഷിച്ച് മുന്നമേ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ വായിക്കും, യഹോവയുടെ മഹത്വം നിൻ്റെ പിൻപടയായിരിക്കുമെന്ന്. യഹോവയുടെ മഹത്വം നിൻ്റെ പിൻപടയായിരിക്കും. നമുക്ക് പിന്നിൽ ഒരു സൈന്യം പോലെ ദൈവത്തിൻ്റെ മഹത്വം വരുമെന്ന്. യഹോവയുടെ മഹത്വം നിൻ്റെ പിൻപടയായിരിക്കും. നമ്മുടെ പിന്നിൽ ഒരു മഹാസൈന്യം വരും. ദൈവത്തിന് സ്തോത്രം. അതെന്തൊരു ഭാഗ്യമാണ്. നമുക്ക് വായിക്കാം. 8-ാം വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ 58:8. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. പിന്നിൽ മഹാസൈന്യം പോലെ ദൈവത്തിൻ്റെ മഹത്വം നിന്നെ അനുധാവനം ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ പിന്നാലെ വരും. മുൻപേ ദൈവത്തിൻ്റെ മഹത്വം പോകും, പിന്നിലും ദൈവത്തിൻ്റെ മഹത്വം. യഹോവയുടെ മഹത്വം നിൻ്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും,
യഹോവ ഉത്തരമരുളും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം വാഗ്ദാനങ്ങളാണ്, ദൈവത്തിൻ്റെ നിയമങ്ങളാണ്, ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനങ്ങളാണ്, ദൈവം നമുക്ക് തരുന്നതായി വാഗ്ദത്തങ്ങളാണ്. എന്താണ് പറയുന്നത്? അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളി ചെയ്യും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളി ചെയ്യും. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് വ്യവസ്ഥ? അത് 6-ാം വാക്യത്തിൽ കാണാം. ഒരു വ്യവസ്ഥയുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മറുപടി തരണമെങ്കിൽ അതിന് ഒരു വ്യവസ്ഥയുണ്ട്. അത് 6-ാം വാക്യത്തിൽ കാണാം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നിന്റെ ജീവിതത്തിൽ ചില ബന്ധനങ്ങളുണ്ട് മകനെ, നിന്റെ ജീവിതത്തിൽ ചില ബന്ധനങ്ങളുണ്ട്. പിശാചിനെ കെട്ടിയിട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നീ അഴിച്ചു മാറ്റണം. നിന്റെ പാപത്തിൻ്റെ കയറുകൊണ്ട് സാത്താൻ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. നീയാണ് ആ കയറ് കൊടുത്തത്, ആ ചങ്ങല നീയാണ് കൊടുത്തത്. പാപത്തിൻ്റെ ചങ്ങല കൊണ്ട്, പാപത്തിൻ്റെ കയറുകൊണ്ട് സാത്താൻ നിന്നെ കെട്ടിയിട്ടിരിക്കുന്നു. മകനെ, ആ ചങ്ങലകളെ നീ അഴിച്ചു മാറ്റണം. പാപത്തെ നീ ഉപേക്ഷിക്കണം. പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റണം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അത് തന്നെയാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്. 58-ാം അധ്യായം 10-ാം വാക്യം. മുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്തെ സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിൽ ഇരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. ഒരു വ്യവസ്ഥയിന്മേലാണ്. നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നീ പാലിക്കണം. എങ്കിലേ ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ വെൻപടയായി വരികയുള്ളൂ. നീയെ വഷളത്വം സംസാരിക്കുന്നത് നീ നീക്കിക്കളയണം. നിൻ്റെ ഓരോ അവയവങ്ങളെയും നീ നിയന്ത്രണ വിധേയമാക്കണം. നീ വഷളത്വം സംസാരിക്കരുത്. പാപം നിന്നിൽ വരരുത്. നിൻ്റെ ജീവിതത്തിലെ പാപം വരരുത്. വഷളത്വം സംസാരിക്കുന്നത് നീ നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയണം. തന്നെയല്ല, വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കണം. കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശങ്ങളിൽ ഉദിക്കും. നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. അന്ധകാരം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്താനൊരു ദൈവമുണ്ട്. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് 32-ാം സങ്കീർത്തനത്തിൽ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിന് പ്രത്യേക ദർശനങ്ങളൊന്നും വേണ്ട, അതിന് പ്രത്യേക ഗൈഡൻസ് ഒന്നും വേണ്ട, അതിന് പ്രത്യേക കൃപാവരങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്കൊരു ശുദ്ധ ഹൃദയം ഉണ്ടായാൽ മതി. പാപം വിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മതി. ദൈവം നിങ്ങളെ നടത്തും. ദൈവത്തിന് സ്തോത്രം. പാപം എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് ഒന്ന് ഉറയ്ക്കാൻ പറ്റുമോ? മനസ്സറിഞ്ഞൊരു തെറ്റ് വരികയില്ല എന്ന്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചില തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം. വ്യക്തമായ തീരുമാനങ്ങൾ. മനസ്സറിഞ്ഞ് ഒരു പാവം എൻ്റെ ജീവിതത്തിൽ വരില്ല. കർത്താവേ, ഉറപ്പാണ്. കർത്താവ്, വന്നതെല്ലാം നീ എനിക്ക് ക്ഷമിച്ചു തരണം. വന്ന പാപങ്ങളെല്ലാം നിൻ്റെ തിരക്തത്തിൽ കഴുകി തരണം. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും എന്തെല്ലാം ലാഭമുണ്ടെന്ന് കണ്ടാലും എന്തെല്ലാം നഷ്ടം വന്നാലും ഒരു പാപം എൻ്റെ ജീവിതത്തിൽ വരികയില്ല. കർത്താവേ, നീ ഇത് കേൾക്കുന്നുവല്ലോ. നിങ്ങൾ ദൈവത്തോട് പറയണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറഞ്ഞു നോക്കൂ, കാണാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറഞ്ഞു നോക്കൂ, കാണാം. ചെറുപ്പക്കാരെ, നിങ്ങൾ പറഞ്ഞു നോക്കൂ, കാണാം. അനുഗ്രഹങ്ങൾ നിറപടിയായി വരുന്നത്, നിങ്ങളുടെ കാര്യം ദൈവം ഏറ്റെടുക്കുന്നത്. പാപം വിട്ട് ക്രിസ്തുവിൻ്റെ ഒരു ദാസനായി, ക്രിസ്തുവിൻ്റെ ഒരു ദാസിയായി നിൽക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ കാര്യം കർത്താവ് നോക്കുകയില്ലെന്നോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്താണ് ധരിച്ചത്? നമ്മുടെ കാര്യം കർത്താവ് നോക്കുകയില്ലെന്നോ? എനിക്ക് നല്ല ഉറപ്പാണ്, ഏറ്റവും നല്ലത് കർത്താവ് ചെയ്തു തരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പാവം വിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടി? വേറൊന്നിനും വേണ്ടിയല്ല, എൻ്റെ യേശുവിനെ സ്നേഹിക്കാൻ. ഞാൻ പാവം വിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. സ്വർഗ്ഗരാജ്യം കിട്ടാൻ വേണ്ടിയല്ല, എൻ്റെ യേശുവിനോടുള്ളതായ നന്ദി കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പാവം വിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ ചിന്തിക്കൂ, തീരുമാനിക്കൂ. നിങ്ങൾ തീരുമാനിക്കണം, കർത്താവേ, ഞാൻ പാവം വിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അത് അയ്യോ നരകത്തിൽ പോകുമല്ലോ എന്ന് പേടിച്ചല്ല. അതൊക്കെ ശരിയാണ്, നരകത്തിൽ പോകും പാവമുണ്ടെങ്കിൽ. പക്ഷേ നരകത്തിൽ പോകുമെന്ന് പേടിച്ചല്ല. എൻ്റെ യേശുവിനോടുള്ളതായ സ്നേഹത്തിൽ, എന്നെ സ്നേഹിച്ച ക്രൂശിലെ സ്നേഹം, എന്നെ വീണ്ടെടുത്ത കുരിശിലെ സ്നേഹം, എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ കുരിശിലെ സ്നേഹം, എന്നെ വീണ്ടെടുത്ത കുരിശിലെ സ്നേഹം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ പാപക്കറകൾ കഴുകുവാൻ തിരുവിലാവ് തുറന്ന ക്രൂശിലെ സ്നേഹം, എൻ്റെ പാവബന്ധനങ്ങൾ അഴിക്കുവാൻ കുരിശിന്മേൽ 3 ആണികളിൽ ബന്ധിതമായ കുരിശിലെ സ്നേഹം. കർത്താവേ, ആ സ്നേഹത്തെ ഞാൻ കാണുമ്പോൾ ഞാൻ ആ സ്നേഹത്തെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദൈവത്തിന് സ്തോത്രം. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതിരിക്കുകയില്ല. കരുണയുള്ള കർത്താവേ, നിന്നെ ഞാൻ സ്നേഹിക്കുകയാണ്. മറ്റൊന്നും എനിക്ക് ഉദ്ദേശമില്ല. യേശുവേ, വേറൊന്നിനും വേണ്ടിയല്ല. എന്നെ സ്നേഹിച്ച സ്നേഹം, വിലകെട്ടവനെ സ്നേഹിച്ച സ്നേഹം, ആർക്കും വേണ്ടാത്തവനെ സ്നേഹിച്ച സ്നേഹം, എല്ലാവർക്കും അറപ്പും വെറുപ്പും ഉള്ളവനെ സ്നേഹിച്ച സ്നേഹം. എൻ്റെ കർത്താവേ, എല്ലാവരും പകച്ചവനെ സ്നേഹിച്ച സ്നേഹം, ചേറിൽ കിടന്നവനെ സ്നേഹിച്ച സ്നേഹം, അശുദ്ധിയിൽ നിറഞ്ഞവനെ സ്നേഹിച്ച സ്നേഹം,
സ്നേഹം, ലോകത്തിൻ്റെ അടിമയായി ജീവിച്ചവനെ സ്നേഹിച്ച സ്നേഹം, എൻ്റെ കർത്താവേ, ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽപ്പെട്ട് നശിച്ചു കൊണ്ടിരുന്നവനെ സ്നേഹിച്ച സ്നേഹം, പാപത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നരകഭീകരതയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നവനെ തടഞ്ഞു നിർത്തി സ്വർഗത്തിലേക്ക് തിരിച്ചുവിട്ടവൻ്റെ സ്നേഹം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഗോകുൽത്തായിലെ സ്നേഹം, കുരിശിലെ സ്നേഹം, അവർണ്യമായ സ്നേഹം, അതുല്യമായ സ്നേഹം, നിസ്തുല സ്നേഹം. ഹല്ലേലൂയ, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ദൈവം നിനക്ക് ദീർഘമാക്കിയിരിക്കുന്നു. നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച സ്നേഹം, ഔദാര്യമായി സ്നേഹിച്ച സ്നേഹം. ഞാൻ നിന്നെ ഔദാര്യമായി സ്നേഹിക്കുമെന്ന് ഹോശയ്യ പറയുന്നു. ഞാൻ നിന്നെ ഔദാര്യമായി സ്നേഹിക്കും. ഹോശയ്യ 14 അധ്യായം. ഞാൻ നിന്നെ ഔദാര്യമായി സ്നേഹിക്കും. സഹോദരങ്ങളെ, ഔദാര്യമായി സ്നേഹിക്കുന്ന സ്നേഹം, നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ച സ്നേഹം, ദൈവത്തിന് സ്തോത്രം. ക്രൂസിലെ മരണത്തോളം നമ്മെ സ്നേഹിച്ച സ്നേഹം, തന്നെ 33-ാമത്തെ വയസ്സിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തിരുമനസ്സായ സ്നേഹം, നമ്മുടെ ഒരാളുടെ ജീവന് വേണ്ടി അവൻ ക്രൂസിൽ തൻ്റെ ജീവൻ വെടിയുവാൻ കാണിച്ച അത്ഭുത സ്നേഹം. കർത്താവേ, ഈ സ്നേഹത്തെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ വയ്യ. ആ സ്നേഹം നിങ്ങൾ പിടികിട്ടിയാൽ പാപത്തോട് നിങ്ങൾക്ക് പിന്നെ ഒരു ബന്ധവും ഉണ്ടാകുകയില്ല. പാപം നിങ്ങളിൽ നിന്ന് തെറിച്ചകലും. പ്രിയപ്പെട്ടവരെ, പാപം നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. നിങ്ങൾ ഭാരപ്പെടേണ്ടി വരികയില്ല. ഏത് ഹീനമായ പാതകം ചെയ്തെങ്കിലും എല്ലാം കഴുകപ്പെടും. നിങ്ങൾ ഇന്നു മുതൽ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമോ? ഇന്നു മുതൽ യേശുവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയാൻ സാധിക്കുമോ? കേൾക്കൂ പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും യേശുക്രിസ്തു നിങ്ങളുടെ സമർപ്പണം സ്വീകരിക്കുകയും അവൻ്റെ കൃപ നിങ്ങളുടെ മേൽ നിറപടിയായി പകരുകയും ചെയ്യും. സമൃദ്ധിയായി അവൻ്റെ കൃപ നിങ്ങൾക്ക് പകരും. അവൻ നിങ്ങളെ വഴി നടത്താൻ തുടങ്ങും. അവൻ നിങ്ങളെ നയിക്കാൻ തുടങ്ങും. സ്വർഗ്ഗ സോപാനങ്ങളിലേക്ക് അവൻ നിങ്ങളെ പിടിച്ചുയർത്തും. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ നഭോമണ്ഡലത്തിലേക്ക് അവൻ നിങ്ങളെ കരയേറ്റും. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ ഉദ്യാനത്തിലേക്ക് അവൻ നിങ്ങളെ സ്വീകരിക്കും. സ്വർഗീയ പർദീസായുടെ മനോഹരമായ അനുഭവങ്ങളിലേക്ക് അവൻ നിങ്ങളെ നയിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിക്കാതെ മരിച്ചതിന് ശേഷം ഒരു സ്വർഗം കിട്ടുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കരുത്. ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം അനുഭവിക്കാതെ മരിച്ചതിന് ശേഷം വിശുദ്ധിയുടെ സ്വർഗത്തിലെത്താമെന്ന് നിങ്ങളാരും വ്യാമോഹിക്കരുത്. ഈ ഭൂമിയിൽ വെച്ച് വിശുദ്ധ ജീവിതം തുടങ്ങാതെ വിശുദ്ധിയുടെ നികേതനമായ സ്വർഗത്തിലെത്താമെന്ന് നിങ്ങളാരും ചിന്തിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ നമുക്ക് സ്വർഗം തുടങ്ങണം പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കണം. ഈ ഭൂമിയിൽ നരകവിധിയോട് യാത്ര പറയണം. നരകഭീകരതയെ ഉപേക്ഷിക്കണം. നരകത്തിൻ്റെ എല്ലാ തിന്മയെയും ഉപേക്ഷിക്കണം. പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഉപേക്ഷിക്കണം. കർത്താവേ, അന്യായ ബന്ധനങ്ങളെ ഞാൻ അഴിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ വിശപ്പുള്ളവനോട് കരുണ കാണിക്കാൻ എൻ്റെ ജീവിതം ഞാൻ വിട്ടുകൊടുക്കുന്നു. കരുണയുള്ള കർത്താവേ, നിൻ്റെ മഹത്വം എനിക്ക് പിൻപടിയായിരിക്കണമേ. മാത്രമല്ല, ഇങ്ങനെ നീ ചെയ്യുമെങ്കിൽ നിൻ്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. നിൻ്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. വായിക്കാം. നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വരണ്ട നിലത്തിലും നിങ്ങളുടെ വിശപ്പടക്കി തരും. ഇന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ് എൻ്റെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു. വിശ്വസിക്കൂ. പാപം വരട്ടിക്കളഞ്ഞ എൻ്റെ ഈ ശരീരാവയവങ്ങൾ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഞാൻ ഇതാ വെച്ച് കൊടുക്കുന്നു. കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകിയെടുക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. കാണാം, മഹത്വമുള്ള വിശ്രമസ്ഥലം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് കാണാം, അത്ഭുതകരമായ ആശ്വാസവും അത്ഭുതകരമായ ശാന്തിയും നിങ്ങളുടെ മേൽ പകരുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. ദൈവത്തിന് സ്തോത്രം. വരണ്ട നിലത്തിലും അവൻ നമ്മെ വഴി നടത്തും. വരണ്ട നിലത്തിൽ നിന്നെ വിശപ്പടക്കി യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും നിൻ്റെ അസ്ഥികളെല്ലാം ബലപ്പെടുത്തുകയും ചെയ്യും. പിന്നെ നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. നനവുള്ള തോട്ടം പോലെയാകും. വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയാകും. എത്ര കോരിയാലും വെള്ളം പറ്റില്ല. എത്ര പേർക്ക് കോരി കൊടുത്താലും വെള്ളം പറ്റില്ല. എവിടെയെല്ലാം കൊണ്ടുപോയി വിളമ്പിയാലും വെള്ളം പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. വരണ്ട നിലം മാറും, നനവുള്ള തോട്ടമാകും. ദൈവത്തിന് സ്തോത്രം. ഇതുവരെയും വരണ്ട നിലമായിരുന്നു നിങ്ങൾ. സ്നേഹിതരെ, നിങ്ങൾക്കിതെല്ലാം വായിച്ച് ധ്യാനിക്കാം. വരണ്ട നിലമായിരുന്നില്ലേ? ഒരു കനിവില്ലാത്ത ഹൃദയമായിരുന്നില്ലേ? ഒരു ആർദ്രതയില്ലാത്ത മനസ്സായിരുന്നില്ലേ? ആരെങ്കിലും ഒന്ന് വിഷമിച്ചിരിക്കുന്നത് കണ്ടാൽ ഉള്ള കല്ലിച്ചിരിക്കുന്ന ഒരു അനുഭവം ആയിരുന്നില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, വരണ്ട നിലം മാറും, അത് ഉവർനിലമാകും. ദൈവത്തിന് സ്തോത്രം. നല്ല ഉറവുള്ള സ്ഥലമായി മാറും. ദൈവത്തിന് സ്തോത്രം. ഈ കിണറ്റിൽ നിന്ന് കോരിയെടുത്താലും തീരുകയില്ല. പിന്നെയും മെത്തി വന്നുകൊണ്ടിരിക്കും. എത്ര കോരിയാലും തീരുകയില്ല. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കിണർ താഴ്ത്തുകയായിരുന്നു. കിണർ താഴ്ത്തുന്നു. ഒരു ഉദാഹരണം പറയുകയാണ്. കിണർ താഴ്ത്തുന്നു, കുറേ താഴ്ത്തി.
നല്ല ഉണങ്ങിയ മണ്ണാണ്. കുറേ താഴ്ത്തി. അപ്പോഴുണ്ട് കുറേ എൻ്റെ പാറ പോലത്തെ ഭാഗങ്ങൾ എല്ലാം പാറയൊക്കെ പിക്കാക്സ് കൊണ്ട് നല്ലപോലെ പൊട്ടിച്ച് താഴ്ത്തി. കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ അല്പം നനവുള്ള മണ്ണ് പോലെയായി. പക്ഷേ വെള്ളം കാണുന്നില്ല. വെള്ളം കിട്ടാനാണ് താഴ്ത്തിയത്. വേനൽക്കാലമാണ്, വെള്ളം കിട്ടണം. താഴ്ത്തി, വെള്ളം കിട്ടുന്നില്ല. വിഷമിച്ചു. സാരമില്ല, ഒന്നുകൂടി താഴ്ത്താം. വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ ഒരു നനവ് പോലും ഇല്ല. മണ്ണ് ഇത്തിരി ആദ്യതയുള്ളതാണെന്നേ ഉള്ളൂ, ഒരു നനവില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അന്ന് നിരാശയോടുകൂടിയാണ് വീട്ടിൽ വന്ന് കിടന്നത്. ഇത്രയും താഴ്ത്തിയിട്ടും വെള്ളം കിട്ടിയില്ലല്ലോ. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോഴുണ്ട് ഏതാണ്ട് ഒരു അടി വെള്ളം ഉണ്ട്. അപ്പോൾ ആ രാത്രി കൊണ്ട് കുറച്ച് വെള്ളം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വെള്ളം ഉണ്ടല്ലോ, വെള്ളം വരുന്നുണ്ട്. പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും വെള്ളം പിന്നെയും എത്തി വരുന്നു. മൂന്നാം ദിവസം ആയപ്പോൾ വെള്ളം ഏതാണ്ട് പകുതിയോളം കിണറായി. നാലാം ദിവസം ആയപ്പോഴേക്കും വെള്ളം പിന്നെയും കൂടി വന്നു. കുറേശ്ശെ കോരിയെടുത്തപ്പോൾ കുറയുന്നില്ല, വെള്ളം കൂടി വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കിണർ അടുത്തതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ജീവിതത്തിൽ ഇതുപോലെ എത്ര കോരിയെടുത്താലും വറ്റാത്ത നീരുറവായി തീരും. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികൾ അങ്ങനെയായി തീരണം. എത്ര കോരിയെടുത്താലും കുറയുകയില്ല. ആർക്കെല്ലാം ആശ്വാസം കൊടുത്താലും അവിടെ കുറയുകയില്ല. ആർക്കെല്ലാം സമാധാനം കൊടുത്താലും കുറയുകയില്ല. എൻ്റെ കർത്താവേ, ഈ വാക്കുകളെ കേൾക്കുന്ന ഓരോരുത്തരും അനേകർക്ക് കൊടുക്കുന്നവരായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. അനേകർക്ക് വാരിക്കോരി കൊടുക്കുന്നവരായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളിൽ ഒരു ഉറവ് തുറന്നു തരും, ഒരു നീരുറവ തുറന്നു തരും. നിങ്ങളുടെ ഹൃദയത്തിലൊരു നീരുറവ തുറന്നു തരും. ആശ്വാസത്തിൻ്റെ നീരുറവ, അനേകരെ ആശ്വസിപ്പിക്കുന്ന നീരുറവ, അനേകർക്ക് വിശ്രമം കൊടുക്കുന്ന നീരുറവ, അനേകർക്ക് ദാഹം ശമിപ്പിക്കുന്ന നീരുറവ. ദൈവത്തിന് സ്തോത്രം. അനേകരുടെ സങ്കടങ്ങൾ മാറ്റുന്ന നീരുറവ, അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്ന, അനേകർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്ന നീരുറവയായി നിങ്ങൾ തീരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ തേൻ പോലെ മധുരിക്കുന്നതായി തീരും. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ചില കുടുംബങ്ങൾ രക്ഷപ്പെടും, ചില ആത്മഹത്യകൾ മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ചില കൊലപാതകങ്ങൾ മാറിപ്പോകും. പ്രിയപ്പെട്ടവരെ, ചില അത്യാഹിതങ്ങൾ മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ചില വിവാഹമോചനങ്ങൾ മാറിപ്പോകും, ചില കടബാധ്യതകൾ മാറിപ്പോകും. എങ്ങനെ? യേശു ക്രിസ്തുവാണ് നിങ്ങളിൽ ഉറവ തുറക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു തുറക്കുന്ന ഉറവ. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, യേശു തുറക്കുന്ന ഉറവ നിങ്ങളിൽ പൊട്ടി വിടരട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു തുറക്കുന്ന ഉറവ നിങ്ങളിൽ ഉയർന്നു വളരട്ടെ. ദൈവത്തിന് സ്തോത്രം. അനേകരെ തണുപ്പിക്കുന്നവരായി നിങ്ങൾ തീരട്ടെ. അനേകർക്ക് ആശ്വാസം കൊടുക്കുന്നവരായി നിങ്ങൾ തീരട്ടെ. അനേകരുടെ ഹൃദയത്തിന് ശാന്തി പകരുന്നവരായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. വരണ്ട നിലത്തിൽ നിൻ്റെ വിശപ്പടക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീർ പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. നിനക്ക് മാത്രമല്ല നിൻ്റെ സന്തതിക്കും അനുഗ്രഹം തരും. നിൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. പുരാതന കാലം മുതൽ ശൂന്യമായി കിടക്കുന്ന ചില നിർജ്ജന സ്ഥലങ്ങളെ പുതുക്കി പണിയും നിൻ്റെ സന്തതി. ദൈവത്തിന് സ്തോത്രം. പുരാതന ശൂന്യങ്ങളെ പണിയും നിൻ്റെ സന്തതി. ഇന്ന് വിലകെട്ടവരാണ്, ഇന്ന് നാശത്തിലേക്ക് പോകുന്നവരാണ്, ഇന്ന് പഠിക്കുന്നില്ല, ഇന്ന് ചുമതലാബോധമില്ല, അപ്പനുണ്ടാക്കി വെച്ച രൂപ മുഴുവൻ നശിപ്പിക്കുന്നവരാണ്. എന്നാൽ അത് മാറി നിൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ദൈവത്തിന് സ്തോത്രം. പുരാതന കാലം മുതൽ ശൂന്യമായി കിടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം പുത്തൻ കെട്ടിടങ്ങൾ പണിതുയർത്തും. നിൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ദൈവത്തിന് സ്തോത്രം. പുരാതന ശൂന്യങ്ങൾ, അതേ, നിങ്ങൾ നോക്കിയാൽ കാണാം. പുരാതന ശൂന്യങ്ങൾ പലതും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. പുരാതന ശൂന്യങ്ങൾ, പുരാതന കാലത്തുണ്ടായിരുന്നത് പലതും ഇന്ന് ശൂന്യമായി കിടക്കുകയാണ്. പുരാതന കാലത്തുണ്ടായിരുന്ന സത്യവിശ്വാസം ഇന്ന് ശൂന്യമായി കിടക്കുകയാണ്. പുരാതന കാലത്ത് പുണ്യപിതാക്കന്മാർക്കുണ്ടായിരുന്ന വിശുദ്ധി ഇന്ന് കൈമോശം വന്നിരിക്കുകയാണ്. പുരാതന കാലത്ത് പുണ്യപിതാക്കന്മാർക്കുണ്ടായിരുന്ന വിശ്വാസം ഇന്ന് കൈമോശം വന്നിരിക്കുകയാണ്. പുരാതന കാലത്ത് പരിശുദ്ധന്മാരായ പിതാക്കന്മാർക്കുണ്ടായിരുന്ന വിശുദ്ധ ജീവിതം ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പിറകെ പുരാതന വിശ്വാസങ്ങളെല്ലാം തകിടം മറിഞ്ഞു പോയിരിക്കുകയാണ്. എന്നാൽ പുരാതന ശൂന്യങ്ങളെ പണിയും. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. പുതിയ പേര് കിട്ടും. കേട് തീർക്കുന്നവൻ. ഹല്ലേലൂയ. കേട് തീർക്കുന്നവനെന്നും പിന്നെന്താണ്? കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. പാതകളെ യഥാസ്ഥാനത്താക്കും. സഹോദരങ്ങളെ, മാത്രമല്ല 14 വാക്യം വായിക്കൂ. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതികളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദേശത്തിലെ ഉന്നതികളിൽ മേൽ നിന്നെ വാഹനമേറ്റി ഓടുമാറാക്കും. ഇന്ന് നിൻ്റെ മീതെ പലരും വാഹനമേറ്റി ഓടുകയാണ്.
നിൻ്റെ മീതെ നിന്ന് രഥചക്രങ്ങൾ ഉരുളുകയാണ്. നിന്നെ പലരും അടിച്ചമർത്തുകയാണ്. പലരുടെയും അടിമയായി നീ തീരുകയാണ്. നീ എന്നാലോ ഈ ദേശത്തിലെ ഉന്നതകളിന്മേൽ വാഹനമേറ്റി ഓടുമാറാകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് പറയുന്നു? ഈ വിശ്രമസ്ഥലം നല്ലതാണോ? ഈ മഹത്വമുള്ള വിശ്രമസ്ഥലം, ദ ഗ്ലോറിയസ് റെസ്റ്റിംഗ് പ്ലേസ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുരിശിൻ്റെ വീട്ടിലേക്ക് ഓടി അണയാം. നിങ്ങൾ യേശുവിനോട് പറയാം, കർത്താവേ, നിൻ്റെ തിരക്തത്താൽ എന്നെ ഒന്ന് പുതുക്കണമേ. കർത്താവേ, ഞാൻ പഴയ ജീവിതത്തോട് യാത്ര പറയുന്നു. എന്നെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ പാപങ്ങൾ ഓർക്കല്ലേ, എൻ്റെ അകൃത്യങ്ങൾ കണക്കിടല്ലേ. കർത്താവേ, തിരക്തത്താൽ എന്നെ കഴുകണമേ. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മഹത്വമുള്ള വിശ്രമസ്ഥലം ഞങ്ങളുടെ ഹൃദയത്തിൽ തുറക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. പരിശുദ്ധാത്മാവിലേക്ക് ഞങ്ങൾ നടത്തണമേ. യഹോവയുടെ നിയമപ്പെട്ടത് ഞങ്ങൾക്ക് മുമ്പേ പോകണമേ. എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് ആലോചന പറഞ്ഞ് നടത്തണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും വിശുദ്ധീകരിച്ച് ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.